പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും വിശദീകരിച്ച് പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനായുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. വികസന സദസ്സിന്റെ ഉദ്ഘാടനവും വികസന രേഖാ പ്രകാശനവും ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഇന്നും സൊസൈറ്റികൾ ജപ്തി ചെയ്യുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെ വാക്കാണ്, ഒരു വ്യക്തിയുടെ വാക്കിന്റെ പുറത്താണ് ഇന്ന് കേരളത്തില് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജപ്തി ചെയ്യപ്പെടാതെ ഒരയുടെ കീഴിൽ ഇപ്പോഴും സമാധാനത്തോട് താമസിക്കുന്നത്. ആ വ്യക്തി എടുത്തൊരു നിലപാടാണ്. ആ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക വീടുള്ള ഒരു വ്യക്തിയും ഈ ലോണിന്റെ ബാധ്യതയുടെ പേരിൽ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് എല്ലാ സൊസൈറ്റിക്കും കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സഹകരണ സംഘങ്ങൾ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജപ്തി ചെയ്യപ്പെടാതിരിക്കുന്നത്. ആ വ്യക്തിയുടെ തീരുമാനം നാളെ ചരിത്രത്തിന്റെ ഭാഗമാവും. ഇന്ന് മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തില്ല. ഈ പറഞ്ഞ പല കാര്യങ്ങളും ചർച്ച ചെയ്തില്ല. നമ്മൾ എത്ര പേർക്ക് അറിയാം ജില്ലാ ആശുപത്രിയിൽ ഈ പറഞ്ഞ കണക്ക് സൗകര്യങ്ങളുള്ളതായും പ്രോപ്പറൈസ് ചെയ്യുന്ന സംവിധാനം ഉണ്ടെന്ന് അറിയാം. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾ മടി കാണിക്കുമ്പോൾ ആ സൗകര്യങ്ങൾ ജനങ്ങൾക്കില്ലാതായി പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് സംസ്ഥാന തലത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഉറച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ നാളെ ചരിത്രം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കും. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ 5 ലക്ഷത്തിലധികം വീടുകൾ ഒരു കിടപ്പാടമില്ലാത്തവർക്ക് നൽകിയത്, 2.5 ലക്ഷം അധികം ജനങ്ങൾക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയത്. ഇനിയും ഭൂമി നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സർവേ ഒക്കെ ചെയ്യുന്നത്. എവിടെയൊക്കെ പുറമ്പോക്കുകളുണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് പതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഭൂമികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിജിറ്റൽ സർവേ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനൊരു തുടർച്ച ഉണ്ടാകണം. ഈ 5 ലക്ഷമല്ല, ഇനി ഇതൊന്നും ഒരിടത്ത് നിൽക്കുന്നതല്ല. ഭൂമിയില്ലാത്തവരുടെ പ്രശ്നം ഇവിടെ നിൽക്കുന്നില്ല. ഒരു അണുകുടുംബത്തില് നാളെയും 2 പേരെ കൊണ്ട് മാറും, വീണ്ടും ഒരാൾക്ക് ഭൂമിയില്ലാത്തതാണ്. അപ്പൊ ഈ ഭൂമിയില്ലാത്ത പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ധൈര്യത്തോടെ ഏറ്റെടുത്ത ആ ഒരു ആശയത്തെ ധൈര്യത്തോടെ ഏറ്റെടുത്ത ഒരു സർക്കാർ എന്നുള്ള ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഈ സർക്കാർ. രാജീവ് കുഞ്ഞുമണി അധ്യക്ഷത വഹിച്ചു. അനീസ നിസാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ മുഖ്യപ്രഭാഷണം നടത്തി. കറുത്തല ഇസ്മയിൽ, അമ്പിളി, ഷംന റാഫി, ഉഷായസ്, ചെറിയാൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ പന്മന മജീദ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങളും വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.